ലെമീൻ യമാലിൽ നിന്ന് പെഡ്രോ പോറോയിലേക്ക്. പോറോ ഉയർത്തി നൽകിയ പന്ത് പുറത്തേക്കെന്നായിരുന്നു സ്വാഭാവിക ചിന്ത. അല്ല, ആ പന്ത് നിക്കോ വില്യംസ് ഹെഡറിലൂടെ അതിവിദഗ്ധമായി തട്ടിയെടുത്ത് നീട്ടി നൽകിയത് ഫെറാൻ ടോറസിന്. ഗോൾ പോസ്റ്റിന് മുന്നിൽ അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഉൾപ്പെടെ 5 പേർ. അവരെയെല്ലാം കാഴ്ചക്കാരാക്കി ഫെറാന്റെ ഷോട്ട് വലയിൽ പതിക്കുമ്പോൾ സ്പെയിൻ കിരീടം ഉറപ്പിച്ചതിന്റെ ആവേശത്തിലായിരുന്നു. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന്റെ പോഡിയത്തിൽ സ്പാനിഷുകാർ കിരീടം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് ഫെറാൻ ടോറസിന്റെ പൊന്നും വിലയുള്ള ആ ഒറ്റ ഗോൾ കരുത്തിലാണ്. ഫുട്ബോൾ ലോകം ഫെറാൻ ടോറസിന്റെ പ്രതിഭ കാണുന്നത് അന്നാദ്യമായിട്ടല്ല. ഫുട്ബോളിൽ ഫെറാന്റെ കാൽത്തൊട്ട കാലത്തെ അയാളിലെ പ്രതിഭ പ്രകടമായിരുന്നു. ഫെറാൻ ടോറസിന്റെ ആക്രമണ മൂർച്ച ഫുട്ബോൾ ലോകത്ത് വിഖ്യാതമായ ഒന്നാണ്. ആ ശൈലി കണ്ടിട്ടാകണം മുൻ സ്പാനിഷ് താരം സാവി അദ്ദേഹത്തെ വിളിച്ചത് എൽ ടിബോറോൺ എന്നാണ്, അഥവാ സ്രാവ് എന്ന്. യെസ്, അയാളൊരു സ്രാവ് തന്നെയാണ്. എതിർ ഗോൾ മുഖത്തെ വിറപ്പിക്കുന്ന വമ്പനൊരു സ്രാവ്. ലോകകപ്പിലെ ആ ഗോൾ ഫെറാന്റെ മാർക്കറ്റ് കൂട്ടിയിരിക്കുകയാണ്. ക്ലബ്ബ് മാറ്റത്തിലെ ചർച്ചയിൽ കാര്യമായി ഫെറാന്റെ പേര് ഉയർന്നു കേട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ ഫെറാൻ ടോറസ് PSG ചുവടുവെച്ചിരിക്കുന്നു. വരുന്നതാകട്ടെ ബാഴ്സലോണയിൽ നിന്ന്. കളിക്കാൻ പോകുന്നയിടം അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. മെസ്സിയും എംബാപ്പയും നെയ്മറും കളിച്ചിട്ട് കിട്ടാതിരുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഇക്കഴിഞ്ഞ 2 തവണ തുടർച്ചയായി മുത്തമിട്ട PSG. ഏകദേശം 550 കോടി രൂപയ്ക്കാണ് PSG ഫെറാൻ ടോറസിനെ സ്വന്തമാക്കിയത്. വൻതുകയിൽ പാരീസിലെത്തുന്ന ഫെറാന്റെ ലക്ഷ്യം കിരീടങ്ങളുടെ തുടർച്ചയാണ്. ഫ്രഞ്ച് ലീഗ് 1 കിരീടവും യൂറോപ്യൻ ട്രോഫിയുമെല്ലാം പാരീസ് വിട്ടുപോകാതെ കാക്കണം. മുന്നേറ്റത്തിലെ ആക്രമണത്തിന് കരുത്തു പകരണം. അങ്ങനെ ഫെറാൻ ടോറസിന്റെ ലക്ഷ്യങ്ങൾ വലുതാണ്. ഈ സീസണും കിരീടത്തോടെ തുടങ്ങിയ ക്ലബ്ബാണ് PSG. ഡിസർഡുവയും ക്വററ്റ്സ്കെലിയയും ഉൾപ്പെടുന്ന മുന്നേറ്റത്തിലേക്ക് ഫെറാൻ ടോറസ് എത്തുന്നതോടെ ആക്രമണത്തിന്റെ മൂർച്ച കൂടും. കളിക്കളത്തിലെ അതിവേഗതയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള താരത്തിന്റെ മിടുക്കും സാങ്കേതിക മികവും ടോറസിന്റെ പ്രത്യേകതയാണ്. വലതുവിങ്കിലും ആവശ്യമെങ്കിൽ സെന്ററിലേക്കും മാറിക്കളിക്കാൻ മിടുക്കനാണ് ടോറസ്. ഉയരവും അദ്ദേഹത്തിന്റെ മികച്ച ഹെഡിംഗ് ശേഷിയും എതിർ പ്രതിരോധക്കാർക്ക് ഭീഷണിയാണ്. ആധുനിക കാലത്തെ മികച്ച വിങ്ങർ എന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. ഇങ്ങനെ എല്ലാമുള്ള ഒരു താരത്തെയാണ് PSG കരസ്ഥമാക്കിയിരിക്കുന്നത്. 2031 വരെയാണ് പാരീസ് സെയിന്റ് ജെർമെനുമായി ഫെറാന്റെ കരാർ. 9ാം നമ്പർ ജേഴ്സിയിലായിരിക്കും താരം കളത്തിലിറങ്ങുക. പാരീസ് സെന്റ് ജെർമെൻ പോലൊരു വലിയ ലക്ഷ്യങ്ങളുള്ള ക്ലബിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണങ്ങളിലൊന്ന്. എന്നെ ടീമിന്റെ ഭാഗമാക്കാൻ അവസരം നൽകിയതിന് മാനേജ്മെന്റിന് നന്ദി. പരമാവധി കിരീടങ്ങൾ നേടാൻ ടീമിനെ സഹായിക്കാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കരാറിലെത്തിയ ശേഷം ടോറസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലബിലേക്കുള്ള ചുവടുമാറ്റം ടോറസിന്റെ കരിയറിന് നിർണായകമാകും. വിറ്റീനിയും ജാവോ നെവസും അഷ്റഫ് ഹക്കീമിയും മാർക്കിന്യോയും നുനോ മെൻഡിസും ഫാബിയൻ റൂയിസും ഉസ്മാൻ ഡെംബെലയും ബ്രാഡ്ലി ബാർക്കോളയും ഉൾപ്പെട്ട സംഘത്തിലേക്ക് ഫെറാൻ ടോറസ് എത്തുന്നത് പ്രധാനമാണ്. മുന്നേറ്റത്തിലെ പാകപ്പിഴവുകൾ തിരുത്താൻ PSG അവസരം കൂടിയാണിത്. 7ാം വയസ്സിൽ വലൻസിയ ക്ലബിലൂടെയാണ് ഫെറാൻ തന്റെ ഫുട്ബോൾ കരിയറിന് തുടക്കമിട്ടത്. തുടർന്ന് 2017 ഡിസംബറിൽ ഐബറിനെതിരെയുള്ള മത്സരത്തിൽ ചരിത്രം പിറന്നു. ലാലിഗയിൽ കളിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ താരമെന്ന നേട്ടത്തോടെയാണ് അദ്ദേഹം സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത്. 2017 മുതൽ 2020 വരെയുള്ള 3 വർഷത്തെ കരിയറിൽ ക്ലബിനായി ശ്രദ്ധേയമായ പല റെക്കോർഡുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. വലൻസിയക്കായി 97 മത്സരങ്ങൾ കളിച്ച താരം 19 വർഷവും 324 ദിവസവും പ്രായമുള്ളപ്പോൾ ക്ലബ്ബ് ചരിത്രത്തിൽ 50 ലീഗ് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറി. കൂടാതെ ഒരു സ്പാനിഷ് ക്ലബിനായി ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന 21ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ താരവുമായി ഫെറാൻ ടോറസ്. 2019 കോപ്പ ഡെൽ റേ കിരീടം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ താരമെന്ന നിലയിൽ തന്റെ ആദ്യ കിരീടം നേടുന്നത്. 2020 മുതൽ 2022 വരെയുള്ള 2 വർഷക്കാലം പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പമായിരുന്നു അദ്ദേഹം. പെപ് ഗ്വാർഡിയോളയ്ക്ക് കീഴിൽ 48 മത്സരങ്ങൾ കളിച്ച താരം 16 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി. 2021 മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രീമിയർ ലീഗ് കിരീട നേട്ടത്തിലും ലീഗ് കപ്പ് വിജയത്തിലും പങ്കാളിയായ ഫെറാൻ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തിയ സിറ്റി ടീമിന്റെ ഭാഗവുമായിരുന്നു. 2021-22 സീസണിന്റെ ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിച്ച ശേഷമാണ് ശൈത്യകാല ട്രാൻസ്ഫറിൽ അദ്ദേഹം ബാഴ്സലോണയിലേക്ക് പറന്നത്. 2022 മുതൽ 2026 വരെ ബാഴ്സലോണയിലുണ്ടായിരുന്ന താരം 207 മത്സരങ്ങളിൽ നിന്ന് 65 ഗോളുകൾ നേടി ടീമിന്റെ മുന്നേറ്റ നിരയിലെ നിർണായക സാന്നിധ്യമായി മാറി.
2025 റയൽ മഡ്രിഡിനെതിരായ കോപ്പ ഡെൽറേ ഫൈനലിൽ ടീമിന്റെ എക്സ്ട്രാ ടൈമിലേക്ക് നയിക്കാൻ സഹായിച്ച ഗോളാണ് ബാഴ്സലോണക്കായുള്ള അദ്ദേഹത്തിന്റെ മികച്ച ഗോളുകളിലൊന്ന്. ബാഴ്സലോണക്കൊപ്പം 3 ലാലിഗ കിരീടങ്ങളും 1 കോപ്പ ഡെൽറേയും 2 സ്പാനിഷ് സൂപ്പർ കപ്പുകളും ഫെറാൻ ടോറസ് സ്വന്തമാക്കിയിട്ടുണ്ട്. യൂത്ത് കാലഘട്ടം മുതൽ സ്പാനിഷ് ദേശീയ ടീമിലെ നിർണായക താരമായിരുന്നു ഫെറാൻ ടോറസ്. 2017 അണ്ടർ 17 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും 2019 അണ്ടർ 19 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നീട് ദേശീയ സീനിയർ ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറിയ താരം ഇതുവരെ 65 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ PSG പരിശീലകനും അന്നത്തെ സ്പാനിഷ് കോച്ചുമായിരുന്ന ലൂയിസ് എൻറിക്കെയാണ് 2020 ജർമ്മനിക്കെതിരായ നേഷൻസ് കപ്പ് മത്സരത്തിൽ ഫെറാന് സീനിയർ ടീമിൽ ആദ്യമായി അവസരം നൽകുന്നത്. തുടർന്ന് യൂറോ 2020 2022 ഖത്തറിൽ നടന്ന ലോകകപ്പിലും താരം കളിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ സ്പെയിൻ ദേശീയ ടീമിനൊപ്പം വലിയ വിജയങ്ങളാണ് ഫെറാൻ സ്വന്തമാക്കിയത്. ആദ്യം 2023 നേഷൻസ് ലീഗ് സ്വന്തമാക്കി. പിന്നീട് 2024 ജർമ്മനിയിൽ നടന്ന യൂറോ കപ്പ് നേടി ദേശീയ ടീമിനൊപ്പം തന്റെ ആദ്യ പ്രധാന കിരീടം സ്വന്തമാക്കി. അമേരിക്കയിൽ നടന്ന ലോകകപ്പിൽ സ്പെയിൻ കിരീടം നേടിയപ്പോൾ അവിടെയും നിർണായക ഘടകമായി. ആ വിജയ ഗോൾ ഫെറാന്റെ ജീവിതത്തിൽ അതുല്യമായി. ചരിത്രത്തിൽ ഇടം നേടിയ ഗോളായിരുന്നു അത്. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും ഫെറാൻ ടോറസിനായിരുന്നു. ലോകകപ്പ് ഫൈനലിന് ശേഷം സ്പാനിഷ് താരങ്ങളെ ലക്ഷ്യമിട്ട് ഒട്ടേറെ ക്ലബ്ബുകളാണ് എത്തിയത്. പ്രതിരോധത്തിലെ മിന്നും താരം മാർക്ക് കുക്കുറയെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരുന്നു. ചെൽസിയിൽ നിന്നാണ് താരത്തെ റയൽ സ്വന്തമാക്കിയത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിയെ സ്വന്തമാക്കാനും ക്ലബ്ബുകൾ പിന്നാലെയുണ്ട്. ബാഴ്സലോണയാണ് റോഡ്രിക്ക് വേണ്ടി രംഗത്തുള്ളത്. റയൽ മഡ്രിഡും റോഡ്രിക്ക് വേണ്ടി ചരടുവലി നടത്തിയിരുന്നു. വലിയ തുകയാണ് റോഡ്രിക്ക് വേണ്ടി സിറ്റി ചോദിക്കുന്നത്, ഏകദേശം 770 കോടി രൂപ. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ സ്പാനിഷ് നായകനായ റോഡ്രി ഡിഫൻസ് മിഡ്ഫീൽഡിൽ നടത്തിയ പ്രകടനം മികച്ചതായിരുന്നു. ഇതാണ് താരത്തിന്റെ മൂല്യം വർദ്ധിപ്പിച്ചത്. അതേസമയം ഫെറാൻ ടോറസിന്റെ അത്ഭുതങ്ങൾ ഫുട്ബോൾ ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ. 26 വയസ്സ് മാത്രമുള്ള ഫെറാൻ ടോറസ് ഇക്കാലത്തിനിടെ സ്വന്തമാക്കിയ കപ്പുകളുടെ എണ്ണം നോക്കിയാൽ അത് മനസ്സിലാകും. 15 പ്രധാന ട്രോഫികളാണ് ഫെറാന്റെ പേരിലുള്ളത്. 3 റണ്ണേഴ്സ് അപ്പുകളും അയാൾ കളിച്ച മത്സരങ്ങളിലുണ്ട്. സിറ്റിക്കൊപ്പം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പരാജയവും 2017 ഇന്ത്യയിൽ നടന്ന അണ്ടർ 17 ലോകകപ്പിൽ ഫൈനലിൽ തോറ്റതും നേഷൻസ് ലീഗിൽ സ്പെയിനു വേണ്ടി കളിച്ചപ്പോഴുള്ള ഒരു തോൽവിയും. ആ തോൽവികളിലും തലയുയർത്തിയാണ് ഫെറാൻ കളം വിട്ടിരുന്നത്. ഫെറാൻ ടോറസിന്റെ കരിയർ ഗ്രാഫ് ഇനി PSG-യിലൂടെയാകും ഉയരുക. പാരീസിലേക്ക് കിരീടങ്ങളെത്തിക്കാൻ ഫെറാന്റെ മാന്ത്രികതയ്ക്ക് കഴിയുമെന്നുറപ്പാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ.